Good morning all. Welcome to today's English class. In this class, I am going to deal with the activity number 8 on page number 60. Page number 60 ഉള്ള activity number 8 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. It's a very important grammatical item, subject, verb, agreement. What's the title? Subject, verb, agreement. സബ്ജക്റ്റിനും വെർബിനും ഇടയിലുള്ള ഒരു എഗ്രിമെന്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ആയിട്ടാണ് USS എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ 7th സ്റ്റാൻഡേർഡ് എഡിറ്റിംഗ് സെഷനിലും ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഹയർ സ്റ്റഡീസിനും ഇത് ആവശ്യമാണ്. ദിസ് ഇസ് എ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ. ഇതൊരു ബേസിക് ആയതുകൊണ്ട് ഒരു സെന്റൻസ് തെറ്റുകൂടാതെ എഴുതണമെങ്കിൽ ഈ എഗ്രിമെന്റ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് റൂളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ഡിസ്കസ് ഇൻ ദിസ് ക്ലാസ് ബിഫോർ entering into our rule. So I have written one small sentence over here. Can you read the sentence? Raju plays cricket. ടീച്ചർ ഒരു ചെറിയ സെന്റൻസ് എഴുതിയിട്ടുണ്ട് അല്ലെ ഇംഗ്ലീഷിലെ. രാജു പ്ലേസ് ക്രിക്കറ്റ്. ഈ സെന്റൻസിലെ സബ്ജക്റ്റിനെയും വെർബിനെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഏതാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്? യെസ്, വെരി ഗുഡ്, രാജു. ഇത് സബ്ജക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലായത്? മിക്കവാറും സെന്റൻസുകളുടെ സ്റ്റാർട്ടിങ് സബ്ജക്റ്റ് കൊണ്ടായിരിക്കും തുടങ്ങുക. മിക്കവാറും സബ്ജക്റ്റുകൾ ഒന്നില്ലെങ്കിൽ നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ ആയിരിക്കും അല്ലെ. എന്തിനേലും പേരോ അല്ലെങ്കിൽ പ്രോനൗൺ പറഞ്ഞറിയില്ലേ നിങ്ങൾക്ക്? അതായത് നൗണിന് പകരമായിട്ട്, അതായത് ഹി, ഷീ, ഇറ്റ്, ദേ, വി എന്നൊക്കെ പറയുന്ന പ്രോനൗണുകളോ നൗണുകളോ ആയിരിക്കും ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇൻ മെജോറിറ്റി ഓഫ് സെന്റൻസസ്, മിക്കവാറും സെന്റൻസുകളിൽ സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് തിരിച്ചറിയാൻ മാർഗം ടീച്ചർ പറഞ്ഞു. അത് മിക്കവാറും ഒരു നൗണോ ഒരു പ്രോനൗണോ ആയിരിക്കും. ശരി, അപ്പൊ നമ്മൾ സബ്ജക്റ്റിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലെ വെർബ് ഏതായിരിക്കും? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേർഡ് വെർബ്? ഈ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വെർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ്. പ്രവൃത്തി, ക്രിയ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയും അല്ലെ. അതായത് ഈ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഒരു ക്രിയാരൂപം, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രാജു എന്താ ചെയ്യുന്നത്? യെസ്, ഹി പ്ലേസ് ക്രിക്കറ്റ്. കളിക്കുന്നു, പ്ലേസ് അല്ലെ. അതൊരു ക്രിയയാണ്. വെർബിനെ കുറിച്ച് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പ്ലേസ്, വാച്ച്, സിംഗ്, ഡാൻസ്, കുക്ക്, ലിസൺ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നവരാണ് ആര്? വെർബുകൾ. അപ്പോൾ ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെയും വെർബിനെയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ഇനി ബാക്കിയുള്ള ആരാണത്? ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പോ ഇംഗ്ലീഷ് സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് SVO ആണ്. എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, വി എന്ന് പറഞ്ഞാൽ വെർബ്, ഒ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഇംഗ്ലീഷ് സെന്റൻസ്. ഇതിനെ ഒന്ന്, ക്യാൻ യു ട്രാൻസ്ലേറ്റ് ദിസ് സെന്റൻസ് ഇൻ ടു മലയാളം? ഈ സെന്റൻസിനെ നിങ്ങൾ മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. എങ്ങനെയാ വരിക? രാജു ക്രിക്കറ്റ് കളിക്കുന്നു. എന്ത് വ്യത്യാസമാണ് മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ വന്നത്? സബ്ജക്റ്റ് ആരും തന്നെ വന്നു. രാജു ക്രിക്കറ്റ് കളിക്കുന്നു. സബ്ജക്റ്റ് കഴിഞ്ഞ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കളിക്കുന്നു. ഇങ്ങനെയാണ് മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയ സ്ട്രക്ചർ. അപ്പോൾ മലയാളത്തിലെ സ്ട്രക്ചർ SOV, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മലയാളത്തിൽ ചിന്തിക്കരുത് എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ട് ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മലയാളം സെന്റൻസ് ആലോചിച്ച് അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുന്നത്. ഇത് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി എളുപ്പമാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിലേക്ക് ടീച്ചർ വരുന്നേ ഉള്ളൂ. അതിനൊരു ആമുഖം എന്നോണം ടീച്ചർ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സബ്ജക്റ്റും വെർബും ഒരു സെന്റൻസിലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റൂളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഹെൽപ്പിംഗ് വെർബുകളെ കുറിച്ച് സൂചിപ്പിക്കാൻ ടീച്ചർ പറഞ്ഞു.
എന്താണ് ഹെൽപ്പിംഗ് വെർബുകൾ എന്ന് പറഞ്ഞാൽ? ആ, വെർബിനെ ഹെൽപ്പ് ചെയ്യുക. അതന്നെ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. അതായത് ഹെൽപ്പിംഗ് വെർബുകളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് വെർബിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ഹെൽപ്പാണ് ഈ വെർബിന് ഇവർ ചെയ്തു കൊടുക്കുക? അതെ, അതായത് നമുക്ക് ഇംഗ്ലീഷിൽ 3 ടെൻസുകൾ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ടെൻസുകൾ? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. നമ്മൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിക്കുന്നതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറയുന്നില്ല. എന്നാലും ഈ 3 ടെൻസുകളിലേക്ക് ഒരു വെർബിനെ കൊണ്ടുപോകലാണ് ഈ ഹെൽപ്പിംഗ് വെർബുകളുടെ പ്രധാന ജോലി. മനസ്സിലായോ? ഹെൽപ്പിംഗ് വെർബുകളുടെ പണി എന്താ? വെർബിനെ സഹായിക്കുക. എന്തിന് സഹായിക്കുന്നു? ഒരു പ്രത്യേക ടെൻസിലേക്ക് വെർബിനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഈ ഹെൽപ്പിംഗ് വെർബുകളാണ്. അപ്പൊ ടീച്ചറുടെ പ്രസന്റ് ടെൻസിന്റെ മാത്രം കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിരിക്കുന്നു. കണ്ടോ? ഈസ്, ആം, ആർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈസ്, ആർ, ആം. ഇത് 3ഉം പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബുകളാണ്. ഇവര് മാത്രമൊന്നല്ല കേട്ടോ. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഇവരൊക്കെ പെർഫെക്റ്റ് ടെൻസിൽ. ടീച്ചർ കൂടുതലായിട്ടും ടെൻസുകളെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ 5ലും 6ലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. എന്നാലും ടീച്ചർ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ സബ്ജക്റ്റ് വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഹെൽപ്പിംഗ് വെർബുകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈസ് എന്ന നമ്മളൊരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ആം കണ്ടു കഴിഞ്ഞാൽ ആം എന്തിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ. ആം ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിൽ മാത്രമാണ്. അതേപോലെ ആർ, ആർ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക? അതും പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ഈസ്, ആർ, ആം എന്ന് പറയുന്ന ഈ 3 ഹെൽപ്പിംഗ് വെർബുകളും ഒരു വെർബിന്റെ തൊട്ടടുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ആ സെന്റൻസ് പ്രസന്റ് ടെൻസിലുള്ളതാണ്. പിടികിട്ടിയോ? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാലേ നിങ്ങൾക്ക്. ഞാൻ കഴിഞ്ഞ കൊല്ലം 6ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നേ എന്നുള്ളൂ കേട്ടോ. അപ്പോ ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് എന്ന് നിങ്ങൾക്കറിയാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒറ്റ ഒരാളല്ലേ. ഈസ്. ആം ടീച്ചർ നേരത്തെ പറഞ്ഞു ഐന്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് ആം. അപ്പൊ ആറോ? ആറ് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഈസ് സിംഗുലർ ആണ്, ആറ് പ്ലൂറൽ ആണ്. അപ്പോ ഈ ആറ് എന്തിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കുള്ളൂ? ദേ, വി, അതേപോലെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ മാത്രമേ ആർ എന്ന് പറഞ്ഞ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുള്ളൂ. അതുപോലെ ഇവിടെ നോക്കൂ, ഹി, ഷീ, ഇതൊക്കെ സിംഗുലർ ആണ്, ഒരാളെയല്ലേ ഉള്ളൂ. അപ്പോ അതുപോലെയുള്ള സിംഗുലർ ആയിട്ടുള്ള വെർബ് സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബാണ് എന്ത്? ഈസ്. അപ്പൊ പ്രസന്റ് ടെൻസിലെ സിംഗുലർ ഹെൽപ്പിംഗ് വെർബ് ഏതാന്ന് ചോദിച്ചാൽ ഈസ്. പ്രസന്റ് ടെൻസിലെ പ്ലൂറൽ ഹെൽപ്പിംഗ് വെർബ് ഏതാന്ന് ചോദിച്ചാൽ ഐന്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസിലെ ഹെൽപ്പിംഗ് വെർബ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റൂളിലേക്ക് കടക്കാം. This is the rule. SV agreement. Rule: a verb must agree with its subject in number. എന്താണ് നമ്മുടെ മെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ? ഒരു സബ്ജക്റ്റ് അതിന്റെ വെർബുമായി നമ്പറിന്റെ കാര്യത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, എഗ്രി ചെയ്യണം. ഈ നമ്പർ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, സിംഗുലറിനെയും പ്ലൂറലിനെയുമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സെന്റൻസിലെ, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിന് തൊട്ടടുത്ത് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. മനസ്സിലായോ? എ സിംഗുലർ സബ്ജക്റ്റ് ഷുഡ് ടേക്ക് എ സിംഗുലർ വെർബ്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ, അതിന്റെ തൊട്ടടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെർബും ഏകവചനത്തിലുള്ളതായിരിക്കണം, സിംഗുലർ ഫോമിലുള്ളതായിരിക്കണം. അതേപോലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിനെ തൊട്ടടുത്തായി നമ്മൾ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് ബേസിക് റൂൾ. ഈ റൂള് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ വർക്ക്ഷീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ. അപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ,
നമ്മൾ നൗണുകളെ സിംഗുലറും പ്ലൂറലും ആക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? കുറച്ച് എക്സാമ്പിൾ നോക്കൂ. നൗണിനെ സിംഗുലറും പ്ലൂറലും ആക്കാൻ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ബോയ്, ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ആൺകുട്ടികൾ. പ്ലൂറൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എസ് ചേർക്കും അല്ലെ? മാംഗോ, മാങ്ങ, അതിന് നമ്മൾ മാങ്ങകൾ എന്ന് നമ്മൾ മലയാളത്തിൽ അതിനെ ബഹുവചന രൂപത്തിൽ എഴുതി. പ്ലൂറൽ ആക്കാൻ വേണ്ടി ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഓ ലാസ്റ്റ് വന്നത് കൊണ്ടാണ് ഈ എസ്. സിംഗുലർ പ്ലൂറലിന് ഒരുപാട് നിയമങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അവസാനം ഒരു വാക്കിന്റെ ഓ വന്നു കഴിഞ്ഞാൽ ഇ എസ് ചേർത്തുകൊണ്ടാണ് നമ്മൾ അതിനെ പ്ലൂറലാക്കുക. അങ്ങനെ ഒരുപാട് റൂളുകളുണ്ട്. അപ്പോൾ ഒരു നൗണിനെ, ടീച്ചർ പറഞ്ഞു വന്നത്, ഒരു നൗണിനെ സിംഗുലറിൽ നിന്നും പ്ലൂറൽ ആക്കാൻ എസ്ഒ ഇ എസ്ഒ ചേർത്തുകൊണ്ട് നമ്മൾ പ്ലൂറൽ ആക്കാൻ സാധിക്കും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? ബോയ്, ബോയ്സ്, മാംഗോ, മാംഗോസ്, ഫ്ലവർ, ഫ്ലവേഴ്സ്. നമുക്കറിയാം. ഈ വെർബിനെ എങ്ങനെയാണ് അപ്പോൾ സിംഗുലറും പ്ലൂറലും ആക്കുക? വെർബിന് അങ്ങനെ സിംഗുലറും പ്ലൂറലും ഉണ്ടോ? ഉണ്ട്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, വെർബിനെ സിംഗുലറും പ്ലൂറലും നമുക്ക് ആക്കാൻ സാധിക്കുന്നത് പ്രസന്റ് ടെൻസിൽ മാത്രമാണ്. അത് ആദ്യം മനസ്സിലുറപ്പിക്കുക. പ്രസന്റ് ടെൻസിൽ മാത്രമേ ഒരു സബ്ജക്റ്റിനെ സിംഗുലറിലേക്കും പ്ലൂറലിലേക്കും മാറ്റാൻ സാധിക്കൂ. മനസ്സിലുറപ്പിച്ചോ? അപ്പൊ പ്രസന്റ് ടെൻസിന്റെ കാര്യമാണ് കേട്ടോ ടീച്ചറോട് പറഞ്ഞു വരുന്നത്. പ്രസന്റ് ടെൻസിൽ മാത്രമേ ഒരു വെർബിനെ സിംഗുലറും പ്ലൂറലും ആക്കാനായിട്ട് പറ്റുള്ളൂ. അത് എന്തുകൊണ്ട് പാസ്റ്റിൽ പറ്റില്ല എന്നുള്ള ടീച്ചർ പറയാം. അപ്പോ ഒരു വെർബിന് ഒരു എക്സാമ്പിൾ ടീച്ചർ പറയുന്നു, പ്ലേ, കളിക്കുക. അതിന്റെ പ്ലൂറൽ ആയിട്ടുള്ള ഫോമാണ് പ്ലേ എന്ന് പറഞ്ഞത്. കണ്ടോ? അതിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എസ് ചേർത്തത്. അപ്പൊ നമ്മൾ നേരത്തെ നൗണിനെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെർബിന്റെ കാര്യത്തിൽ. നൗണിന്റെ കൂടെ എസ് ചേർത്താൽ പ്ലൂറലാണ്. മനസ്സിലായോ? ഒരു നൗണിന്റെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂറലായിട്ട് മാറും. പക്ഷെ ഒരു വെർബിന്റെ കൂടെ എസ് ചേർത്താൽ അത് സിംഗുലർ ആവും. അപ്പൊ എസ് ചേരുന്ന രൂപങ്ങളെല്ലാം വെർബിന്റെ കൂടെ എസ് കണ്ടാൽ ഉറപ്പിച്ചോളൂ അത് സിംഗുലർ ആണ്. മനസ്സിലായോ? അപ്പൊ വെർബിന്റെ കൂടെ എസ്ഒ ഇഎസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ അത് സിംഗുലർ ആണ്. പ്ലൂറൽ ആക്കാൻ നമ്മൾ എസും ഇഎസും എടുത്ത് കളയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. പ്ലേസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. പ്ലേ എന്ന് എഴുതിയാലാണ് പ്ലൂറൽ ആവുക. സ്റ്റാർട്ട്സ് എന്ന് എഴുതിയാൽ എസ് വന്ന രൂപം സിംഗുലർ ആണ്. അത് എസ് എടുത്ത് കളഞ്ഞാൽ അത് പ്ലൂറലായി മാറും. ഗോസ്, അത് ഓ വന്നത് കൊണ്ടാണ് എസ് കേട്ടോ. ഗോസ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. ഗോ എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വെർബിനെ വെർബ് പാസ്റ്റ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ കൂടെ ഇ ഡി ഉണ്ടാവും അല്ലെ? പ്ലേഡ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇ ഡി ചേർത്ത രൂപങ്ങളെല്ലാം പാസ്റ്റ് ആണ്. ഒരു വെർബിന്റെ കൂടെ ഇ ഡി, അതൊക്കെ കഴിഞ്ഞ കൊല്ലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഒരു ഇ ഡി കൊടുത്ത് പാസ്റ്റ് ആക്കുന്നതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ഒരു വെർബിന്റെ കൂടെ ഇ ഡി ചേർന്ന രൂപങ്ങളെല്ലാം എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് നമുക്ക് എഴുതാൻ സാധിക്കുക. അതേപോലെ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബുകൾ ഏതൊക്കെയാണ്? വാസും വേറും. വാസ് സിംഗുലർ, വേർ പ്ലൂരൽ. അപ്പൊ വാസും വേറും ഒരു സെന്റൻസിൽ കണ്ടാൽ അത് ഏത് ടെൻസിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതെ, അത് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അതുപോലെ വെർബിന്റെ കൂടെ ഇ ഡി കണ്ടാലോ, അതെ, അതും പാസ്റ്റ് ടെൻസിലുള്ളതാണ്. പക്ഷെ വെർബിന്റെ കൂടെ എസ്ഒ ചേർന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടെൻസിലുള്ളതാണ്? പ്രസന്റ് ടെൻസിലുള്ളതാണ്. അതുപോലെ ഈസോ ആറോ ഏമോ ഒരു സെന്റൻസിൽ കണ്ടാൽ അത് ഏത് ടെൻസിൽ വരുന്നതാണ്? പ്രസന്റ് ടെൻസിൽ വരുന്നതാണ്. ടീച്ചർ 2 ടെൻസിനെ പറ്റിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ടീച്ചർ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഒരു കാര്യം മനസ്സിലാക്കണ്ടു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വെർബും സിംഗുലർ. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വെർബും പ്ലൂരൽ. അപ്പൊ അതുകൊണ്ടാണ് വെർബിനെ എങ്ങനെയാണ് പ്ലൂരൽ ആക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ നൗണിനെയും വെർബിന്റെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഒരു വെർബിനെ സിംഗുലറും പ്ലൂരലും ആക്കുക എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വർക്ക്ഷീറ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്കിനി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റികളിലേക്ക് പോകും. Okay, now you can open your textbook, page number 60, activity number 8A. Read the passage given below.
First, we can read the passage carefully, then we can make a discussion. Akbar listens to Tansen every day. He thinks Tansen has the most wonderful voice in the whole world. But according to Tansen, there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru, Sant Haridas. Akbar wants to listen to him. They go in search of the guru. When Tansen and Emperor reach his hut, they find him busy with his daily course. The guru refuses to sing before Akbar. Tansen sings before the guru and makes a deliberate mistake. Sant Haridas corrects Tansen and sings a raga. The melody of his voice spreads across the forest. So this is an extract from our chapter, The Song of the Songs. അല്ലേ, Song of the Songs എന്ന് പറഞ്ഞ കഥയിലെ ചെറിയൊരു ഭാഗമാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. നമുക്ക് ഓരോന്നും ആദ്യത്തെ സെന്റൻസ് നോക്കൂ. അക്ബർ ലിസൺസ് ടു താൻസൻ എവറി ഡേ. ആ സെന്റൻസിലെ സബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ? അക്ബർ ലിസൺസ് ടു താൻസൻ. അക്ബർ ലിസൺസ്. അക്ബർ സബ്ജക്റ്റ് ആണ് അല്ലെ. ലിസൺസ് എന്ന് പറയുന്നതോ വെർബാണ്. രണ്ടുപേരും അടുത്തടുത്തല്ലേ വരിക. അപ്പൊ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ. അക്ബർ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, ഇതൊരു സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, ഒരാളല്ലേ ഉള്ളൂ അക്ബർ. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ വെർബിനെ നോക്കൂ, വെർബിന്റെ കൂടെ എസ് വന്നിരിക്കുന്നു. വെർബിന്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലറോ പ്ലൂരലോ? വെർബിന്റെ കൂടെ എസ് വന്നാൽ സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം അല്ലെ. യെസ്, ദിസ് സ്റ്റേറ്റ്മെന്റ് ഫോളോസ് ദ റൂൾസ് ദാറ്റ് വി ജസ്റ്റ് സ്റ്റഡീഡ് ബിഫോർ. Again we can read Akbar listens. Akbar is in singular form. That's why the following verb is also in its singular form. അല്ലേ, ഇനി അടുത്തത് നോക്കൂ. He thinks Tansen has the most wonderful voice in the whole world. ടീച്ചർ സബ്ജക്റ്റിനെയും വെർബിനെയും മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, ടീച്ചർ അത് എഴുതിയിട്ടില്ല. കാരണം നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിക്കാൻ സബ്ജക്റ്റിനെയും വെർബിനെയും മാത്രം കിട്ടിയാൽ മതി. ഇവിടെ നോക്കൂ, ഹി തിങ്സ് എന്നാണ് വരുന്നത്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് തൊട്ടടുത്ത് വരുന്ന വെർബിന്റെ കൂടെ എസ് കണ്ടു. അപ്പൊ ഇതും സിംഗുലർ അല്ലേ. അപ്പോൾ സബ്ജക്റ്റും സിംഗുലർ, വെർബും സിംഗുലർ. നമ്മുടെ നിയമം പാലിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ ഓരോന്നും നിങ്ങളൊന്ന് നോക്കൂ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ബട്ട് അക്കോർഡിംഗ് ടു താൻസൻ there is someone who sings. ആ വെർബിന്റെ കൂടെ എസ് കണ്ടു. ആരാണ് അവിടെ സിംഗ് ചെയ്യുന്നത്? താൻസൻ അല്ലെ. അപ്പൊ താൻസൻ സിംഗുലർ ആയതുകൊണ്ട് സിംഗ്സ് എന്ന് പറഞ്ഞ വെർബും സിംഗുലർ. മൂന്നാമത് അടുത്ത സെന്റൻസ് നോക്കൂ. അക്ബർ എൻക്വയേഴ്സ്. അക്ബർ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് വരുന്ന വെർബ് എൻക്വയേഴ്സ്. അതിന്റെ കൂടെ എസ് കണ്ടു, അപ്പൊ അതും സിംഗുലർ ആണ്. ഇനി താൻസൻ റിപ്ലൈസ്. ടീച്ചർ പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ലേ? ടെക്സ്റ്റിലേക്ക് നോക്കൂട്ടോ. താൻസൻ റിപ്ലൈസ്. താൻസൻ സിംഗുലർ, അതുകൊണ്ട് വെർബിന്റെ കൂടെ എസ് വന്ന രൂപം. കാരണം എസ് വന്നാൽ വെർബിന്റെ കൂടെ എസ് ചേർന്നാൽ സിംഗുലർ. താൻസൻ റിപ്ലൈസ്. താൻസനും സിംഗുലർ, വെർബും സിംഗുലർ. ഇനി അടുത്തത് നോക്കൂ. അക്ബർ വാണ്ട്സ്. അക്ബറും സിംഗുലർ, വെർബും സിംഗുലർ. ദേ ഗോ. ദേ എന്ന് പറയുന്നത് സിംഗുലറോ പ്ലൂരലോ? അതെ, ദേ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്, ബഹുവചനമാണ്. അതുകൊണ്ട് അതിന് തൊട്ടടുത്ത് വരുന്ന വെർബും പ്ലൂരൽ ആയിരിക്കണം. അപ്പൊ എസ് ഇല്ലാത്ത രൂപമാണ് ചേർക്കേണ്ടത്. അവിടെ നോക്കൂ, ദേ ഗോ. ദേ ഗോസ് എന്ന് എഴുതിയാൽ തെറ്റ് അല്ലേ. ശരി, ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദ ഗുരു. When Tansen and the emperor. Tansen and the emperor. ടാൻസനും എംപററും രണ്ടുപേരുണ്ട് അല്ലെ. അപ്പൊ അത് പ്ലൂരൽ അല്ലേ. പ്ലൂരൽ ആണെങ്കിൽ അതിന്റെ ഇതാണ് സബ്ജക്റ്റ്. ടാൻസൻ ആൻഡ് എംപറർ ആണ് സബ്ജക്റ്റ് അല്ലെ. ടാൻസനും എംപററും. അപ്പൊ തൊട്ടടുത്ത് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. കാരണം ഇത് പ്ലൂരൽ ആണ്, രണ്ടുപേരുണ്ട്. അതുകൊണ്ട് അടുത്ത് വരുന്ന വെർബും പ്ലൂരൽ ആയിരിക്കണം. അതുകൊണ്ട് എസ് ചേർന്നിട്ടില്ല. റീച്ച്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് മനസ്സിലായോ? ഈ പാരഗ്രാഫിൽ നിന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ തൊട്ട് താഴെ നിങ്ങൾക്ക്, അപ്പൊ ടീച്ചർ ബാക്കിയുള്ളത് വായിക്കുന്നില്ല, ഇത്രയും എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ തൊട്ട് താഴെ ഒരു മഞ്ഞ ബോക്സ് നിങ്ങൾക്ക് കാണാം. സബ്ജക്റ്റ് സിംഗുലർ പ്ലൂരൽ കണ്ടോ നിങ്ങൾ? ശരി, അവിടെ അക്ബർ എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? സിംഗുലർ ആണ്. അതുകൊണ്ട് അതിന്റെ താഴെ യെസ് എന്ന് എഴുതിക്കുന്നു. ദേ എന്ന് പറയുന്നത് സിംഗുലറോ പ്ലൂരലോ?
പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറലിന്റെ അടിയിലാണ് യെസ് എഴുതിയിട്ടുള്ളത്. എളുപ്പമുള്ളൊരു ആക്ടിവിറ്റി. അതുപോലെ 2 സബ്ജക്റ്റുകളെ കൂടി തിരിച്ചെഴുതി അറിയാനായിട്ട് ഇതിലേക്ക് എടുത്തെഴുതണം. ഇഷ്ടമുള്ള ഒരുപാട് സെന്റൻസുകൾ ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള 2 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുത്തെഴുതാം. അക്ബറും ദയും തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേറൊരെണ്ണം എഴുതാം, താൻസൻ എന്ന് എഴുതാം. താൻസൻ സിംഗുലറോ പ്ലൂറലോ? സിംഗുലറിന്റെ താഴെ യെസ് എന്ന് എഴുതാം. ഇവിടെ താൻസൻ എന്ന് എഴുതാം, തൊട്ടപ്പുറത്ത് സിംഗുലറിന്റെ താഴെ യെസ് എന്ന് എഴുതാം. അതുപോലെ പ്ലൂറൽ ആയിട്ടുള്ള വേറൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞത് താൻസൻ ആൻഡ് ടെമ്പറർ, സബ്ജക്റ്റിന്റെ താഴെ താൻസൻ ആൻഡ് ടെമ്പറർ എന്ന് എഴുതാം. താൻസൻ ആൻഡ് ടെമ്പറർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ? അതെ, പ്ലൂറലാണ്. അപ്പൊ പ്ലൂറലിന്റെ താഴെ യെസ് എന്ന് എഴുതാം. ഞാൻ പറഞ്ഞതിനൊപ്പം എഴുതി പോകുന്നില്ലേ നിങ്ങൾ? ശരി. ഇനി സി ബോക്സ് നോക്കാം. അവിടെ വെർബിന് സിംഗുലറും പ്ലൂറലും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നൗണിനെയാണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് വെർബിനെയാണ്. അവിടെ ലിസൺസ് എന്ന് പറഞ്ഞ വെർബ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലിസൺസ് എന്ന് പറഞ്ഞ വെർബ് സിംഗുലറോ പ്ലൂറലോ? എസ് ചേർന്നാൽ സിംഗുലർ. അപ്പൊ അവിടെ സിംഗുലറിന്റെ താഴെ എസ് എഴുതിയിരിക്കുന്നത് കണ്ടു. ഗോ, എസ് ഇല്ലാത്ത രൂപം, സിംഗുലറോ പ്ലൂറലോ? അതെ, പ്ലൂറലിന്റെ താഴെ എസ് എഴുതിയിരിക്കുന്നു. ഫൈൻഡ് എന്ന് പറഞ്ഞ വെർബ് എസ് ഇല്ലാത്ത രൂപമാണ്. അപ്പൊ അതെന്തായിരിക്കും? പ്ലൂറലാണ്. അപ്പൊ അവിടെ പ്ലൂറലിന്റെ താഴെ എസ് എഴുതിയിരിക്കുന്നു. അപ്പൊ അതുപോലെ ഈ പാരഗ്രാഫിൽ നിന്നും 2 വെർബുകളെ എടുത്ത് എഴുതാം. നമുക്ക് എഴുതാലോ. ലിസൺസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തിങ്സ് എന്ന് എഴുതാം. തിങ്സ്, എസ് ചേർന്ന രൂപം, സിംഗുലറോ പ്ലൂറലോ? എസ് വന്നാൽ സിംഗുലർ. അപ്പോൾ ഇവിടെ തിങ്സ് എന്ന് എഴുതാം, സിംഗുലറിന്റെ താഴെ യെസ് എന്ന് എഴുതാം. അതുപോലെ നമുക്ക് റീച്ച്, റീച്ച് എന്ന് പറഞ്ഞ വെർബ് എഴുതാം. ആ വെർബിന്റെ താഴെ റീച്ച് എന്ന് എഴുതാം. റീച്ച് എന്ന് പറഞ്ഞ വെർബ് സിംഗുലറോ പ്ലൂറലോ? അതെ, പ്ലൂറലിന്റെ താഴെ യെസ് എന്ന് എഴുതാം. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ് റൂം അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് തീർക്കാൻ ടീച്ചറെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് നിങ്ങളൊരു വോയിസ് നോട്ട് അയച്ചാൽ മതിയാവും. അത് ടീച്ചറിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരാനായിട്ട് സാധിക്കും. അപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 തവണ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കാരണം ഗ്രാമർ ആയതുകൊണ്ട് ഒറ്റ തവണ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. ഇപ്പൊ ടീച്ചർ ഒരുപാടെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നതും മനസ്സിലാവാൻ വേണ്ടിയാണ്. ശരി. ഇനി തൊട്ട് താഴെ ഒരു നോട്ട് തന്നിരിക്കുന്നു. സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വേർബ്സ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂറൽ വേർബ്സ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റൂളാണ് അവിടെ ബോക്സിൽ തന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം വായിച്ചിരിക്കുന്നു. അക്ബർ ലിസൺസ്. അക്ബർ സിംഗുലർ, ലിസൺസ് സിംഗുലർ. ദേ ഗോ. എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം. ഇനി അടുത്ത പേജിലെ ആക്ടിവിറ്റി ഒന്ന് നോക്കൂ. Replace the subject of the sentence with the words given in the brackets and rewrite the sentence. അതായത് ഒരു എക്സാമ്പിൾ വായിക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾ, അക്ബർ ലിസൺസ് ടു താൻസൻ എവറി ഡേ. അപ്പൊ അക്ബർ എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിന് പകരം ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ വച്ചാൽ തൊട്ടടുത്തിരിക്കുന്ന വെർബിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ചോദ്യം. മനസ്സിലായോ? അതായത് അക്ബർ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ ബ്രാക്കറ്റിൽ എന്താ തന്നിരിക്കുന്നത്? അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ്. അപ്പൊ അക്ബറിനെ മാറ്റി പകരം അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് എന്ന സബ്ജക്റ്റ് വെച്ചാൽ അവിടെ വെർബിന് എന്ത് മാറ്റം വന്നു? അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് ലിസൺസ് എന്നല്ല, ലിസൺ എന്ന് മതിയാവും അല്ലേ? അതാണല്ലോ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഉദാഹരണം നോക്കി താഴെയുള്ളത് അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കൂ. ഒന്നാമത്തത്, ഹി തിങ്സ് താൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ ഹോൾ വേൾഡ്. അവിടെ ഹി എന്നതിനെ മാറ്റി ദേ എന്നാക്കിയാൽ എന്ത് മാറ്റം വെർബിന് വരും? ഹി തിങ്സ് എന്നുള്ളത് ദേ തിങ്ക് എന്നാവും അല്ലേ? ശരി. രണ്ടാമത്തത് നോക്കൂ. അക്ബർ എൻക്വയേഴ്സ് അബൌട്ട് ദ പേഴ്സൺ. അവിടെ അക്ബർ എന്ന സബ്ജക്റ്റിന് പകരം ദ കോർട്ടിയേഴ്സ് എന്നായിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള വെർബ് എൻക്വയേഴ്സ് എന്നുള്ളത് എന്തായി മാറും? ദ കോർട്ടിയേഴ്സ് എൻക്വയർ എന്ന് മതി അല്ലേ? അപ്പൊ ഒപ്പം എഴുതി പൊക്കോളൂ കേട്ടോ. ഇനി മൂന്നാമത്തത്, ദേ ഫൈൻഡ്. ദേ പ്ലൂറൽ, ഫൈൻഡും പ്ലൂറൽ. ദേക്ക് പകരം താൻസൻ ആയാൽ താൻസൻ ഫൈൻസ് എസ് ചേർക്കണം, എന്നാലല്ലേ സിംഗുലർ ആവുള്ളൂ. അപ്പൊ താൻസൻ ഫൈൻസ് എന്നായി മാറും. നാലാമത്തത്, താൻസൻ ആൻഡ് ദ എംപറർ റീച്ച്. പ്ലൂറൽ ആണ് അല്ലേ സെന്റൻസ്. അപ്പൊ നമ്മൾ അതിനെ സിംഗുലർ ആക്കാണ്. ദ എംപറർ സിംഗുലർ, ഒരാളേ ഉള്ളൂ. അപ്പോ വെർബിന് എന്ത് മാറ്റം വരും? ദ എംപറർ റീച്ചസ്. REACHES.
അവസാനം CH എന്ന് വന്നാൽ നമ്മൾ പ്ലൂരൽ ആക്കാൻ ES ആണ് ചേർക്കേണ്ടത്. നേരത്തെ O എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ റൂള് പറഞ്ഞല്ലോ, അതേ റൂൾ തന്നെയാണ് CH വെച്ച് അവസാനിക്കുന്ന വാക്കുകൾക്കും ഉള്ളത്. ഈ ആക്ടിവിറ്റി മനസ്സിലായോ? ശരി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വർക്ക്ഷീറ്റുകൾ ടീച്ചർ ചെയ്യാനായിട്ട് തരാം. എൻ്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണണം. സംശയം ഉണ്ടെങ്കിൽ ടീച്ചറെ അറിയിക്കുക. So thank you for listening to this class. Thank you.